ഉജ്ജ്വലമായ ഒരു അവനം ഷഡാധാരത്തിൽ സഹസ്രാരത്തിൻ്റെ ആക്ടിവേഷൻ എനർജൈസേഷനോട് കൂടി യോഗയുടെ പരമകാഷ്ഠയിലെത്തുന്നു എന്നാണ് യോഗ ആചാര്യന്മാർ ആയിരക്കണക്കിന് ആധാരമുള്ള തന്തുക്കളിൽ നിന്ന് അമൃത് 1.25 കിലോ എന്നിവയെല്ലാമാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. ഇനി പൈത്തികമായിട്ടുള്ള രോഗങ്ങളിൽ ശരീരത്തിൽ മുഴുവനും ചുട്ടുനീറ്റൽ മുതലായി അനുഭവപ്പെടുന്ന അവസരത്തിൽ ഈ താമരക്കിഴങ്ങ് നല്ല വടികെ അരച്ച് മേൽ പുരട്ടുന്നത് വളരെയധികം ഈ ചൂടിൽ നിന്നും ചുട്ടുപോച്ചിൽ നിന്നുമൊക്കെ ശാന്തത ലഭിക്കുന്നു. ഇനി താമരക്കിഴങ്ങും അതുപോലെ തന്നെ താമരപ്പൂവിൻ്റെ കേസരങ്ങളും ചതച്ച് പിഴിഞ്ഞെടുക്കുന്ന സ്വരസം അത് കഴിക്കുന്നത് കൊണ്ട് രക്താർശസ്, രക്തം പൊട്ടിപ്പോകുന്ന അർശോ രോഗിയിൽ ഇത് വളരെയധികം ഫലപ്രദമായിട്ട് കാണാം. വിടർന്നു നിൽക്കുന്ന താമരപ്പൂവ് കാണുമ്പോൾ തന്നെ മനസ്സിലെ കാലുഷ്യങ്ങളകന്ന് സന്തോഷവും സമാധാനവും ലഭിക്കും. മനസ്സിനെ തന്നെ താമരയായി നാം സങ്കല്പിക്കുന്നു. മനസ്സിലെ അസ്വസ്ഥതകൾ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾക്ക് താമര ഉത്തമ ഔഷധമാണ്. ഓണക്കാലത്ത് പൂക്കളങ്ങളിൽ താമരയുടെ ദളങ്ങൾ വെച്ചാൽ കാണാൻ എന്തൊരു ഭംഗിയാണ്. പക്ഷേ താമരപ്പൂവ് അധികം കിട്ടാനില്ല. ഇനി അഥവാ വാങ്ങണമെങ്കിൽ തന്നെ പൈസ കൊടുക്കണം. അതുകൊണ്ട് തന്നെ പൂക്കളങ്ങളിൽ നിന്നെല്ലാം താമരപ്പൂ ഒഴിവാക്കപ്പെടുന്നുണ്ട്. പക്ഷേ കാണുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയേകുന്ന ഈ പൂവ് മാനസിക രോഗ ചികിത്സയിൽ വളരെ ഫലപ്രാപ്തിയുള്ളൊരു മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. 5 ഭാഗം ഉണ്ട് താമരയ്ക്ക്, 5 ഘടകങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് ഒരു പ്രത്യേകം യോഗം പറയുന്നുണ്ട്. അത് ഈ മെൻ്റൽ ഡിപ്രഷൻ, ഒരു കോൺഫിഡൻസ് ഇല്ലായ, ആത്മവിശ്വാസം പറയാൻ തന്നെ പറ്റേ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ താമരയുടെ 5 ഘടകങ്ങൾ, അതിൻ്റെ തണ്ട്, കുരു, പുഷ്പം, ഇല, ഇങ്ങനെ 5 കൂട്ടം ചേർന്നിട്ട് പഞ്ചാരവിന്ദം എന്നൊരു യോഗം പറയുന്നുണ്ട്. അരവിന്ദം താമരയാണ്. അരവിന്ദത്തിൻ്റെ 5 ഭാഗങ്ങളും ചേർന്നുണ്ടാക്കുന്നതാണ് പഞ്ചാരവിന്ദം. അത് ധാരാളം ഉപയോഗമുണ്ട്. ഇവിടെ നല്ല ചിലവാണ് ആ മരുന്ന്. ഇന്നിപ്പോൾ പലർക്കും ഈ സ്ട്രെസ്സ്, അല്ലെ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൾ നടക്കുന്നില്ലേ, അതുപോലെ ഒരു മെൻ്റൽ ഡിപ്രഷൻ, ആത്മവിശ്വാസം വരായ, ഉറക്കം ശരിയാവായ, അതിനൊക്കെ ഈ മരുന്ന് ധാരാളം ഉപയോഗമുണ്ട്.
നന്ദി.